ഷാഫി പറമ്പിൽ കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസൺ ആണ്, അഥവാ രാഷ്ട്രീയ വിഷമാണെന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം. പാലക്കാട് പോയാൽ മൃദു ഹിന്ദുത്വ നിലപാടും വടകരയിലെത്തിയാൽ മതന്യൂനപക്ഷ നിലപാടുമാണ് ഷാഫി പറമ്പിലിൻ്റേത്. പൗരത്വ നിയമ ഭേദഗതി, അയോധ്യ രാമക്ഷേത്ര നിർമ്മിതി തുടങ്ങിയ വിഷയങ്ങളിൽ ഒന്നും ശക്തമായ നിലപാടെടുത്തിട്ടില്ല. ഈ രാഷ്ട്രീയ വിഷത്തെ വടകര അതിജീവിക്കുമെന്നും ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച യൂത്ത് അലർട്ട് പരിപാടിയിൽ എ റഹീം കൂട്ടിച്ചേർത്തു. വളരെ ഉത്തരവാദിത്വത്തോടെ കേരളത്തിന് ഡിവൈഎഫ്ഐ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ഇവിടെ മത്സരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഉചിതമാകുന്ന അദ്ദേഹത്തിന്റെ അലങ്കാര പദം കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസണാണ്. ഒരു സംശയവും വേണ്ട. ഈ ഷാഫി പറമ്പിൽ പാലക്കാടായിരുന്നയാൾ വടകരയിലേക്ക് വരണമെന്ന് കരുതിയിട്ട് പോലും ഇല്ലാതിരുന്നയാൾ എന്തേ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരു ശക്തമായ നിലപാടെടുത്തതായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏക സിവിൽ കോഡിനെതിരെ നിലപാടെടുത്തതായി ഓർമ്മയുണ്ടോ? അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ വിഷയത്തിൽ നട്ടല്ലുറപ്പുള്ള ഒരു നിലപാട് പറഞ്ഞതായി ഓർമ്മയുണ്ടോ? പാലക്കാട് മണ്ഡലത്തിൽ ജയിച്ചു കയറാൻ ഇനിയും തനിക്ക് നീണാൾ വാഴാൻ പാലക്കാട് മണ്ഡലത്തിൽ ഒരു കാവിക്കൊടിയെടുത്ത് പുതച്ചു നടക്കുന്നത് പോലെ ആ പുതപ്പങ്ങ് മാറ്റി എവിടെ വടകരയിൽ തീവണ്ടി ഇറങ്ങിയത് മുതൽ വേറൊരു പുതപ്പെടുത്ത് ശരീരത്തിൽ പുതച്ച് കുമ്പിടിയാണ്, കുമ്പിടി, രാഷ്ട്രീയ കുമ്പിടി. പാലക്കാട് പോയാൽ സോഫ്റ്റ് ഹിന്ദുത്വ, ഇവിടെ വന്നാൽ മതന്യൂനപക്ഷ വർഗീയത.